ഇവരെന്തൊക്കെയാണ് ഈ കാണിച്ചു വിട്ടുന്നത്? സീരിയസ്ലി മാൻ. മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. വല്ലാത്തൊരു ആക്രാന്തമൊക്കെ ഉണ്ട്, വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. പ്രശാന്ത് നീലിന്റെ പടമല്ലേ? അത് മാത്രമല്ല, പ്രശാന്ത് നീലിന്റെ പടത്തിൽ പ്രഭാസും പൃഥ്വിരാജും ഒരുമിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കാണും. അപ്പൊ ആ ത്രില്ലിൽ ഇരിക്കുന്ന സമയത്ത് ഓൾറെഡി ഹൈപ്പ് ഉണ്ട് കേട്ടാ. അപ്പോഴാണ് അവർ ആദ്യം തന്നെ ഒരു ട്രെയിലർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു, നല്ല ക്വാളിറ്റി ട്രെയിലർ. എന്നാ പിന്നെ ബാക്കി തിയേറ്ററിൽ ആളുകൾ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടാ പോരെ? ഇപ്പൊ റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പടച്ചു വിട്ടിരിക്കണം. അത് കണ്ടപ്പോ എന്തായി? അതൊക്കെ പോസിറ്റീവായിട്ടാ പറയണേ. എനിക്ക് ഫസ്റ്റത്തെ ട്രെയിലറിനെക്കാട്ടിലും ഇപ്പൊ ഇറക്കിയ സാധനം ഉണ്ടല്ലോ, വേറെ ലെവലായിട്ട് തോന്നി. വേറെ ലെവല് സാധനം. ഓൾറെഡി നമ്മളൊരു ആകാംക്ഷയിലിരിക്കുന്നു, വല്ലാത്തൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ആ പ്രതീക്ഷയും ആകാംക്ഷയും ഇപ്പോ വന്ന ട്രെയിലർ കണ്ട സമയത്ത് അങ്ങ് ഡബിളും ത്രിബിളും ആയിട്ട് അങ്ങോട്ട് കൂടി. ഹെവി സാധനം. ഇത് വിഷ്വലി കാണുന്ന സമയത്ത് തന്നെ, നമ്മൾ ഇയർഫോണൊക്കെ വെച്ചിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, ഗൂസ് ബംസ് അടിച്ചിട്ടേ. അപ്പോൾ യൂട്യൂബിൽ ഇത് ഇയർഫോൺ വെച്ചിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇമ്മാതിരി ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ സാധനം തിയേറ്ററിൽ വരുന്ന സമയത്ത് എജാതി എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ലെവൽ ഇമ്പാക്റ്റ് ആയിരിക്കില്ലേ? സീരിയസ്ലി മാൻ, ഐ എം എക്സൈറ്റഡ്. ഇത് KGF മേളിൽ നിൽക്കുമോ എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് KGF മേളിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. KGF ഡബിൾ ഇമ്പാക്റ്റ് ഒക്കെ ഈ സിനിമയ്ക്ക് തരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തും? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ കളക്ഷൻസ്. നമ്മൾ പ്രേക്ഷകർക്ക് എന്തോരം ഇത് തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ? KGF നമ്മൾ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അമ്മാതിരി എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ സാധനം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകിപ്പിക്കണ്ട. ട്രെയിലർ ഞാൻ ഓൾറെഡി കണ്ടതാണ്. ഇതിപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടിയും നമ്മളിരുന്ന് കണ്ട് റിയാക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിലേക്ക് കിടക്കാം അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് യഷെങ്ങാനും വരുമോ? അല്ലെങ്കിൽ തന്നെ ഹൈപ്പ് ഉണ്ട്. ഇനി യഷും കൂടി ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ദിണ്ടോ. അപ്പൊ പോരട്ടെ. കുട്ടിക്കാലത്ത് നിന്നോട് പറഞ്ഞ ആ കഥ എന്താണ്? ആ കഥ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സുൽത്താൻ എന്താ ലുക്ക്? എത്ര വലിയ പ്രശ്നമുണ്ടായാലും പൃഥ്വിരാജ് എന്തായാലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. മെക്കാനിക്കിന് സ്പാനറും റിഞ്ചൊക്കെ ഉപയോഗിക്കാൻ മാത്രമല്ല അറിയുള്ളൂ. ആര് പറഞ്ഞടാ? ഗണ്ണ് കൊടുത്തിട്ട് വല്ല കാര്യം കാണിക്കാരോ കാര്യമുണ്ടോ കേട്ടാ? അതിന്റെ ഡയലോഗ് അടി. വിഷ്വല് റിച്ച് ആണ് കേട്ടാ, റിച്ച് സാധനം. ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോഴാണ് ആ ഒരു ഫീല്. എതിരാളികളെ നിഗ്രഹിക്കുന്നവൻ. Wait. ശ്രുതി ഹസൻ. I need a drink. Do you have? അതെ, നമ്മുടെ മണ്ണാർ ആർമി ഗേജിനടുത്ത് മാത്രമല്ല ഖാൻ സാർ മുഴുവൻ ഹൈ അലർട്ട് ആയിരിക്കാൻ പറയൂ. ഖാൻ സാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്ക് കൂട്ടലുകൾ വില പോവില്ല. ഫുള്ള് ഡയലോഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്ക് കൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. എരിയുന്ന കനൽ കൊണ്ടായാലും ഇവരുടെയൊക്കെ ചോര കൊണ്ടായാലും അവന്റെ പേര് അറിയാം ദാദാ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്.
പക്ഷേ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ടൊറ്റ സുഹൃത്തുക്കൾ വരും ഇതിൻ്റെ അകത്ത്. ബദ്ധവൈരികളായി മാറിയപ്പോഴാണ്. പാർട്ട് 1 ceasefire. പൊളി ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സാധനം റിച്ച് സാധനം. സീരിയസ്ലി ഫസ്റ്റത്തെ കണ്ടപ്പോൾ കിട്ടിയതിനെക്കാട്ടിലുള്ള ഒരു 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 ഫീലിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു 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 എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അത് ഇത് കണ്ട സമയത്ത് ഇരട്ടിച്ചു. സീരിയസ്ലി മാൻ, സീരിയസ്ലി എനിക്ക് തോന്നും ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇത് കണ്ടതിന് ശേഷമായിരിക്കും വല്ലാത്തൊരു ആകാംക്ഷയൊക്കെ തോന്നിയിട്ടുണ്ടാവുക. എന്തായാലും ഗംഭീരമാവട്ടെ. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷനും വിശ്വാസമൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്തേ ഇപ്പോൾ ട്രെയിലർ കണ്ട സമയത്ത് കിട്ടിയ ആ ഒരു ഫീല്, അതിൻ്റെ ഇരട്ടി ഇമ്പാക്റ്റ് പരിപാടികളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാൻ നമുക്ക് സന്തോഷമാണ്. ലൈക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച ആഗ്രഹത്തോട് കൂടിയിട്ട് എക്സ്പെക്ടേഷൻ വെച്ച് പോയി കാണുന്ന സമയത്ത് നമുക്ക് ആ സാധനം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദമുണ്ടല്ലോ, അത് ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങട്ടെ. അതിനുശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ട്രെയിലർ നമ്മൾ യൂട്യൂബിൽ കാണുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇയർഫോൺ വെച്ചിട്ട് ജസ്റ്റ് അതിലത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷ്വലി നമ്മളിത് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വല്ലാത്ത ഇത് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ വിഷ്വലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിപാടികളും ആ ഒരു ഇതോട് കൂടിയിട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തോ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അല്ലേ. ആളുകളുടെ കയ്യടി, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ബഹളം, ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് കാണണം, എന്നാലേ നമുക്കൊരു സുഖമൊക്കെ കിട്ടുള്ളൂ. ഇതല്ലാതെ മറ്റേ എന്താണ് വളരെ ഒച്ചയും വിളിയും ബഹളമൊന്നും ഇല്ലാത്തടത്ത് പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ യെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും സിനിമ, പക്ഷെ എന്നാലും ഓളത്തിലിരുന്ന് കാണുന്ന സമയത്ത് ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ലെറ്റ്സ് സീ വരട്ടെ. പ്രഭാസിനെ സംബന്ധിച്ചിടത്തോളം പ്രഭാസിൻ്റെ ഒരു തിരിച്ചുവരവും കൂടിയും ആയിരിക്കണം ഇത്. ഇതിപ്പോൾ കുറേ ആൾക്കാർ ഡങ്കിനെ കളിയാക്കുന്ന ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. SRKയുടെ പടം അത് ഇതിൻ്റെ ട്രെയിലറിൻ്റെ താഴെ ഞാൻ കുറേ ആയിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഞാൻ ഷാറുഖ് ഖാനെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ വിവരം അറിയും കേട്ടോ. SRK എന്നെ സംബന്ധിച്ചിടത്തോളം SRK കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇതൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലടോ. ഇതിപ്പോൾ ഡങ്കി എന്ന് പറയുന്ന രാജ്കുമാർ ഹിറാനയുടെ സിനിമയാണ്. അതെന്തായാലും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പുള്ളിയെ ഓൾറെഡി തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. അതെന്തായാലും ഗംഭീര സിനിമയായിരിക്കും ഡങ്കിയൊക്കെ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ സിനിമകളും നന്നാവട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ സലാർ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രഭാസിൻ്റെ ഫാൻസ്, യെസ് പ്രഭാസിന് ഫാൻസ് ഉണ്ട്, പ്രഭാസിനോട് നമുക്ക് വിരോധമൊന്നുമില്ല, ഫാൻസിനോടും വിരോധമൊന്നുമില്ല. പക്ഷേ ഈ അന്തം ഫാൻസ് ആവാതിരിക്കുക, ആരുടെയാണെന്നുണ്ടെങ്കിലും. കുറേ എണ്ണം പോയിട്ട് ഡങ്കീനെ ഇത് പൊളിക്കും, എന്താണ് ഷാറുഖ് ഖാൻ സലാറിനെ തൊടാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഡങ്കിക്ക് സലാറിനെ തൊടാൻ വേണ്ടി പറ്റില്ല, പ്രഭാസ് കട്ടത്തി വെട്ടി ഷാറുഖ് ഖാനെ മരത്തി അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ ഇവിടെ ആയിട്ട് കമൻറ്റ് കണ്ട്. SRK പണ്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് ഹിയർ ടു കമ്പീറ്റ്, ഐ എം ഹിയർ ടു റൂൾ. അയാൾ ഇപ്പോഴും അത് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കമ്പയർ ചെയ്യാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും അവരുടേതായിട്ട് പരിപാടികളുണ്ട്. ഇപ്പോൾ SRKയുടെ ഡങ്കിയും വിജയിക്കട്ടെ, പ്രഭാസിൻ്റെ സലാറും വിജയിക്കട്ടെ. അല്ലാണ്ട് ഇത് മറ്റേനെ മലത്തി അടിച്ചു, ഇത് മലത്തടിയും പരിപാടിയൊന്നും ഇല്ല. എന്ത് മലത്തടി, നല്ല പടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഓടും, അത്രയേ ഉള്ളൂ. മോശമാണ് ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളതിന് ആൾ കയറും, അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മരത്തി അടിച്ച് SRKയുടെ കാറ്റ് കളഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആർക്കും പകരം ആരും ഇല്ല. എല്ലാവർക്കും അവർ മാത്രം. അതാണ് നമുക്ക് അവിടെ ഇതിൻ്റെ അകത്ത് ആർക്കും പകരമാവുന്നില്ല. ആരെയും ആർക്കും അങ്ങനെ കടത്തി വിട്ട് അതൊക്കെ ചുമ്മാ ഉള്ള പരിപാടിയാണെന്നേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് അങ്ങനെ കണ്ടാൽ മതി ആളുകൾ. ഇപ്പോൾ ഫാനിസൊക്കെ വേണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഫാനിസവും കുത്തി കയറ്റിയിട്ട് കണവണ പൊട്ടത്തരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റിലാവുകയാണ്, അതാണ് കുഴപ്പം. ആവാതിരിക്കുക. ഡങ്കീനെ ഡോങ്കി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു, അതൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ. എൻ്റെ ആ ഒരു യോജിപ്പ് ജസ്റ്റ് പ്രകടിപ്പിക്കുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ന് മാത്രം. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മൾ അന്തം ഫാൻ ആകുമെന്നില്ല. അപ്പോൾ ഞാൻ സലാറിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രഭാസിനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല, ഒന്നാവട്ടെ പടം. ഞാനിപ്പോൾ SRKയുടെ ഫാനാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് സലാറിനെയോ അല്ലെങ്കിൽ പ്രഭാസിനെ ഇരുന്നിട്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ഞാനൊരു വിവരം കെട്ടവനാണെന്നുള്ള ബുദ്ധിയുള്ള ആൾക്കാർ പറയും. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും താല്പര്യമൊന്നുമില്ല. അത് തിരിച്ചു ആളുകൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. അല്ലാണ്ട് ഇത് വെറുതെ ഇതിൻ്റെ അവിടെ പോയിട്ട് ഡങ്കി ഡോങ്കിയായി അല്ലെങ്കിൽ അങ്ങനെ ഫൂളിഷ്നെസ്, അത്രയേ ഉള്ളൂ. സോ എനിവേസ് എന്തായാലും എല്ലാം പടം വരട്ടെ. നേര് വരാനുണ്ട്. ഇപ്പോൾ വരാനിരിക്കുന്ന സിനിമകളിലെല്ലാം നല്ല പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ്റെ നേരായിക്കോട്ടെ, അത് ഭയങ്കര പ്രതീക്ഷയായിട്ടിരിക്കുകയാണ്. ഡങ്കി രാജ്കുമാർ ഹിറാനി SRK പടം, അതും പ്രതീക്ഷയിലിരിക്കുകയാണ്. സലാർ ഭയങ്കര പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഹിറ്റാവട്ടെ. നമ്മൾ പ്രേക്ഷകരാണല്ലോ ഇവിടെ. ഇതിൽ ഏത് സ്റ്റാറിൻ്റെ സിനിമയ്ക്ക് കൂടുതൽ കളക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഫാൻസ് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കളക്ഷൻ ആർക്ക് ലാഭം, സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ലാഭം കിട്ടും. അത് നമുക്ക് ഇവിടെ ഇരുന്നോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്കിത് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, നമുക്ക് എൻഗേജിങ് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ. ഇത് പറ്റാതെ ആൾക്കാർ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ കളക്ഷൻ്റെ പേരിൽ ഫാൻസായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടണ്ട, അത് വിഡിത്തരമാണ്. നമ്മൾ പ്രേക്ഷകരാണ്, നമ്മൾ കാശ് കൊടുത്തിട്ട് സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം, അത്രയേ ഉള്ളൂ. അതിലേ ഇവിടെ കാര്യമുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. സോ ബൈ. അപ്പോൾ ഡങ്കിയും വിജയിക്കട്ടെ, നേരും വിജയിക്കട്ടെ, സലാറും വിജയിക്കട്ടെ.